മധ്യപ്രദേശിലെ ജബൽപൂരിനെ നടുക്കിയ ബോട്ട് ദുരന്തത്തിനെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും ഇന്നും മോചിതനാകാതെ ക്രൂയിസ് ബോട്ടിന്റെ പൈലറ്റ് മഹേഷ് പട്ടേൽ 9 പേരുടെ ജീവൻ പൊലിഞ്ഞ ആ കറുത്ത ദിനത്തെക്കുറിച്ച് NDTVയോട് സംസാരിക്കവേ വാക്കുകൾ ഇടറിക്കൊണ്ട് മഹേഷ് തന്റെ ഭാഗം വിശദീകരിച്ചു. സംഭവത്തിന് ശേഷം താൻ അനുഭവിക്കുന്ന മാനസികാഘാതം വിവരിക്കാനാകാത്തതാണെന്നാണ് മഹേഷ് പറയുന്നത്. എനിക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയുന്നില്ല. ആ കണ്ണുകളിലെ ഭീതി ഇന്നും എന്നെ വേട്ടയാടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അദ്ദേഹം വികാരധീനനായി ക്ഷമാപണം നടത്തി. ഖമരിയ ദ്വീപിൽ നിന്നാണ് വിനോദസഞ്ചാരികളുമായി ആഡംബര ക്രൂയിസ് ബോട്ട് യാത്ര പുറപ്പെട്ടത്. തുടക്കത്തിൽ കാലാവസ്ഥ അതീവ ശാന്തമായിരുന്നു. വിനോദസഞ്ചാരികൾ ആവേശത്തോടെ യാത്ര ആസ്വദിക്കുകയായിരുന്നുവെന്ന് മഹേഷ് ഓർമ്മിക്കുന്നു. എന്നാൽ നടുക്കടലിൽ എത്തിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം പ്രവചനാതീതമായിരുന്നു. കാറ്റ് ശക്തിപ്പെടുകയും തിരമാലകൾ ബോട്ടിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ സമയത്തൊന്നും കരയിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പും തനിക്ക് ലഭിച്ചിരുന്നില്ലെന്ന് മഹേഷ് അവകാശപ്പെടുന്നു. ബോട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങിയതോടെ യാത്രക്കാർ പരിഭ്രാന്തിയിലായി. കപ്പലിന്റെ നിയന്ത്രണം പതുക്കെ നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞ മഹേഷ് ഉടൻ തന്നെ റിസപ്ഷൻ ഡെസ്കിലേക്ക് വിവരം അറിയിച്ചു. മറ്റൊരു ബോട്ട് അടിയന്തരമായി അയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യാത്രക്കാർ പരിഭ്രാന്തരായി അലമുറയിട്ടെങ്കിലും കാറ്റും തിരമാലയും കനത്തപ്പോൾ ബോട്ട് തിരികെ കൊണ്ടുപോകാൻ ക്രൂവിനോട് സഞ്ചാരികൾ ആവശ്യപ്പെട്ടെന്ന വാർത്തകൾ മഹേഷ് നിഷേധിച്ചു. അപകടം അപ്രതീക്ഷിതമായിരുന്നുവെന്നും പ്രതികരിക്കാൻ സമയം ലഭിച്ചില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പല യാത്രക്കാരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന ഗുരുതരമായ ആരോപണവും മഹേഷ് ഉയർത്തുന്നുണ്ട്. യാത്രക്കാരിൽ പലരും നൃത്തത്തിലും ആഘോഷത്തിലും ഏർപ്പെട്ടിരുന്നതിനാൽ ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ കൂട്ടാക്കിയില്ല. സൗകര്യാർത്ഥം അവർ അത് ഊരി മാറ്റുകയായിരുന്നു. തന്റെ 15 വർഷത്തെ നീണ്ട പ്രവൃത്തി പരിചയത്തിനിടയിൽ ഇത്തരമൊരു ദുരന്തം ആദ്യമാണെന്ന് മഹേഷ് പറയുന്നു. എഞ്ചിൻ റൂമിൽ വെള്ളം കയറിയതോടെ ബോട്ടിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായി. അതോടെ ബോട്ട് കരയിലെത്തിക്കാൻ കഴിയില്ലെന്ന് താൻ ഉറപ്പിച്ചു. ജീവനക്കാരുടെ കുറവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ടാകുമെന്ന് മഹേഷ് സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിൽ 3 ജീവനക്കാർ വേണ്ട സ്ഥാനത്ത് 2 പേർ മാത്രമാണ് അന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപകടം ഉറപ്പായതോടെ യാത്രക്കാരെ കൊണ്ട് നിർബന്ധപൂർവ്വം ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിക്കാൻ ശ്രമിച്ചതായി മഹേഷ് പറയുന്നു. ബോട്ട് മുങ്ങുന്ന നിമിഷം വരെ താൻ അവിടെ തുടർന്നുവെന്നും ഏറ്റവും ഒടുവിലാണ് താൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതെന്നും അദ്ദേഹം വാദിക്കുന്നു. ദുരന്തത്തിന് പിന്നാലെ മാനേജ്മെന്റ് കർശനമായ നടപടികളാണ് സ്വീകരിച്ചത്. മഹേഷ് പട്ടേൽ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഈ നടപടി മഹേഷിന്റെ ജീവിതത്തെയും കുടുംബത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മാസം ലഭിച്ചിരുന്ന 27,000 രൂപ ശമ്പളത്തിലായിരുന്നു എന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. ജോലി പോയതോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. മഹേഷ് തന്റെ അവസ്ഥ വിവരിച്ചു. മധ്യപ്രദേശിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് തന്റെ ആശ്രിതർ. അന്വേഷണ ഏജൻസികൾ അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ബോട്ടിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പൈലറ്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതേസമയം ജബൽപൂരിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ അപകടം വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെ പോരായ്മകൾ സന്ദർശകരിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ട് യാത്രക്കാർക്ക് പുതിയ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു. മഹേഷിന്റെ മൊഴി NDTV പുറത്തുവിട്ടതോടെ സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭത്തിന് പൈലറ്റിനെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തത് പൈലറ്റിന്റെ വീഴ്ചയാണെന്ന് മറുവിഭാഗം പറയുന്നു. ദുരന്തം ബാധിച്ച കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പൈലറ്റ് മഹേഷിന്റെ മൊഴികൾ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ നിർണായകമാകും. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ലീലാവിലാസമോ കവർന്നെടുത്തത് 9 വിലപ്പെട്ട ജീവനുകളാണ്. ആ ജീവനുകൾക്ക് ഉത്തരവാദി ആരാണെന്ന ചോദ്യം ജബൽപൂരിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. മഹേഷ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജോലിയുടെ നഷ്ടം മാത്രമല്ല, മറിച്ച് ഒരു ആയുഷ്കാലത്തെ മുഴുവൻ വേട്ടയാടുന്ന ഓർമ്മയായി മാറി. കുറ്റബോധവും ദാരിദ്ര്യവും ഒരേപോലെ അയാളെ വരിഞ്ഞു മുറുക്കുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണ്. ബോട്ട് ഉടമകൾക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ പൈലറ്റ് മഹേഷ് പട്ടേൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ജബൽപൂർ ബോട്ട് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകും. അതുവരെ ഈ പൈലറ്റിന്റെ വാക്കുകൾ ഒരു വിലാപമായി അന്തരീക്ഷത്തിൽ അവശേഷിക്കും.